കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സർവോന്മുഖമായ വിജയത്തിനും ഈ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ കടന്നുപോയേ പറ്റൂ. അപ്പം നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മറ്റുള്ളവരായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നു, അവരിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ച് കേൾക്കുന്നു. ഈ രണ്ട് പ്രോസസ്സ്, നമ്മൾ പറയുന്നത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുകയും അവർ പറയുന്നത് നമ്മൾ കേട്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പൂർത്തീകരണം ഉണ്ടാകും. രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്ന് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്. അത് നമുക്ക് ടെലിഫോണിക് കോൺവെർസേഷൻ ആവാം, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം. ഈ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വാക്കുകളുടെ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 7% എന്നാണ് പറയുന്നത്. ബാക്കി 93% നമ്മുടെ ടോൺ ഓഫ് വോയിസ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഹാൻഡ് ജസ്റ്റേഴ്സ്, ബോഡി പോസ്റ്റേഴ്സ്, ഇതിലൂടെയൊക്കെയാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റേ വ്യക്തി മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മുടെ ഈ 93% വരുന്ന നോൺ വെർബൽ, ഇതിന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്, നോൺ വെർബൽ ക്യൂസ്. അപ്പോൾ ഇത്തരത്തിൽ നോൺ വെർബൽ ക്യൂസിന് കൃത്യമായി മനസ്സിലാക്കി ആ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കൃത്യമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാനും മറ്റൊരു വ്യക്തി നമ്മൾ പറയുന്ന കാര്യത്തോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് അവരുടെ എക്സ്പ്രഷൻസിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും പ്രതികരിക്കാനും അവരോട് സംസാരിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇത് സാധ്യമല്ല. ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസിൽ നമ്മളിപ്പോൾ വോയിസിലാണെങ്കിൽ, നമ്മൾ ടെലിഫോണിക് കോൺവെർസേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ വോയിസ് അയക്കുന്നതാണെങ്കിൽ, നമ്മുടെ ടോൺ ഓഫ് വോയിസിലൂടെ നമുക്ക് ഇമോഷൻസിനെ ഗ്രാബ് ചെയ്യാൻ സാധിക്കും കുറച്ച്, പക്ഷേ 100% കഴിയില്ല. അതുപോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അതും സാധ്യമല്ല. അപ്പോൾ നമ്മൾ പരമാവധി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്താൽ പലതരത്തിലുള്ള കോൺട്രവേഴ്സികളും ഒഴിവാക്കാം, അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനും കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച ആശയം മറ്റുള്ളവർക്ക് എത്താനും അവരുടെ റെസ്പോൺസിനെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്.